ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള പ്ലാറ്റിനം ഡ്രൈവ് കാർ ആൻഡ് ബൈക്കിലാണ് കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവർ അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു മക്കളെ. വണ്ടികളൊക്കെ പൊട്ടിച്ച വിലയും കൂടാതെ 25,000 രൂപ മുതലാണ് വണ്ടികളുടെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയും പോകരുത് പൈസ അല്ലേ, 1 രൂപ പോലും മുടക്കാതെ ഇറക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട്. ഇനി വെറും ഒരു ആൾട്ടോ സ്വന്തമാക്കുന്ന വിലക്ക് പോളോ വരെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2 വർഷം വരെ വാറണ്ടി ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഷോറൂം കൊടുക്കുമോ. അപ്പോൾ ഇത്രയും പ്രത്യേകത ഉള്ള ഈ ഷോറൂമിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ചെറിയ വണ്ടികൾ, ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ വിലൻ്റെ മുത്ത് മുതലുകളാണ് ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളി. ഓഫർ ഉണ്ടോ ഇല്ലയോ നോക്കിക്കോളിയും. നേരെ വീഡിയോയിലേക്കാണ് പോവാം. ഫലീൽ ബ്രോ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? പൊളിക്കന്നല്ലേ? ഉഷാറല്ലേ? കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാ, സെയിൽ അടിപൊളിയാണല്ലേ? ജനുവരി ആയിട്ട് ഒരുപാട് ഓഫർ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എല്ലാ വണ്ടിയും ഓഫറിൽ പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? 2 വർഷം ഫുള്ള് വാറണ്ടി. 2 വർഷം വരുന്നുണ്ട്. അതുപോലെ ഓക്കെ. വണ്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ടോൾ ഫ്രീ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആളുകൾ ഒരു പുതിയ കാർ എടുക്കുന്ന അതുപോലെ തന്നെ എനിക്ക് വണ്ടി സ്വന്തമാക്കാം, അത് ധൈര്യത്തോടു കൂടെ. 2 വർഷം വാറണ്ടിയിൽ കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇപ്രാവശ്യത്തെ എത്ര വണ്ടികൾ നമുക്ക് കാണിക്കാം? ഇപ്പൊ നമുക്കൊരു 10-20 വണ്ടികളുണ്ട്. നമുക്കൊരു സെലക്റ്റീവ് വാഹനങ്ങൾ കാണിക്കാം. അത് മാത്രമല്ല, ലോൺ വേണ്ടവർ ഈ വീഡിയോ മാക്സിമം കണ്ടോളി. ഫുൾ ലോൺ പറ്റിയ വാഹനങ്ങൾ നമ്മൾ അധികം കാണിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ പ്രേക്ഷകർക്ക് ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് നമ്മൾ വരുന്നത് തോട്ടട SM കോളേജിന്റെ അടുത്താണ്. കണ്ണൂർ ജില്ലയിൽ തോട്ടട SM കോളേജിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഓഫർ പ്രൈസിൽ ഒരു നിയാസിനാണ് പരിചയപ്പെടാം. ഹുണ്ടായിന്റെ നിയോസ് ഡീറ്റെയിൽ 2021 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 71,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. റീപ്ലേസ്, മേജർ ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ലല്ലോ, ഗ്യാരണ്ടി പറയാം. ഓക്കെ. 21 മോഡൽ വരുന്ന സിംഗിൾ ഓണർ, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള. മൈലേജ് എത്ര കിട്ടും? മൈലേജ് നമുക്കൊരു എന്തായാലും 18 ആ റേഞ്ച് പ്രതീക്ഷിക്കാം. സിറ്റി ഒക്കെ ആണെങ്കിൽ 15 നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. അത് മാത്രമല്ല ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, AC, 4 ഡോർ പവർ വിൻഡോ വരുന്ന ഹൈ ക്ലാസ് വണ്ടി. ഓക്കെ. നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് വാറണ്ടി കിട്ടും. 2 വർഷം ഫുള്ള് വാറണ്ടി ധൈര്യത്തോടു കൂടെ സ്വന്തമാക്കാം. ഓക്കെ. ഇതിന്റെ ആ പൊട്ടിച്ച പ്രൈസ് ഇതിന് നമുക്ക് 5,50,000 കൊടുക്കാം. 5,50,000 രൂപ കൊടുക്കാം. ഏകദേശം എത്ര ലോൺ കിട്ടും? ഫുൾ ലോൺ തന്നെ കൊടുക്കാം നമുക്ക്. ഫുള്ള് ലോൺ ഏകദേശം 8 ലക്ഷം രൂപയുടെ എടുത്തു വരുന്ന വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വെറും 5.5 ലക്ഷം രൂപയാണ്. അതിൽ 2 വർഷം വാറണ്ടി കിട്ടും കേട്ടോ. 1 രൂപ വേണ്ട. ആധാർ കാർഡ് കൊണ്ട് വന്നാൽ വൈകുന്നേരം ലോൺ ആക്കിയിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സർവീസ് ഇല്ലാത്ത വണ്ടി, മേജർ സർവീസ് ഇല്ലാത്ത വണ്ടി അല്ലേ? ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? 2017 മോഡൽ സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർ 60 ഓടിയ വണ്ടി. പെട്രോൾ ആണോ? അതെ, പെട്രോൾ. പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? എന്തായാലും 17-18. പൊതുവെ ജാസിന് മെയിൻ്റെനൻസ് കുറവാണ്. പെട്രോൾ ആകുമ്പോൾ തീരെ മെയിൻ്റെനൻസ്. ടയർ മാറ്റണം, ഓയിൽ ചേഞ്ച് ചെയ്യണം, വേറെ ഒന്നും അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. സർവീസ് ഹിസ്റ്ററി ഇല്ലേ? ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഒരു ചെറിയൊരു മങ്ങലായിട്ടുണ്ട്, കുഴപ്പമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, സീറ്റാറും വരുന്നുണ്ട്. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്ക് 5,85,000 കൊടുക്കാം. നെഗോഷ്യബിൾ ആണ് റേറ്റ്. 5,85,000 രൂപ. അത് കുറച്ചും കൊടുക്കും. ലോണോ? ലോൺ നമുക്ക് മാക്സിമം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. 50 റുപ്യ ഉണ്ട് എടുക്കാം. ഒരു 90% ലോൺ കിട്ടും. 50,000 രൂപ നിങ്ങളെ കൈ കാണുകയാണെങ്കിൽ നമുക്ക് ഹോണ്ട ജാസ് സ്വന്താക്കാം അല്ലേ? ടർബോ. ഓക്കെ. ടർബോ എഞ്ചിനോട് കൂടി വരുന്ന വണ്ടി. ഇനി പവർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മുതൽ കൊണ്ടുപോയിക്കോളയും. ഡീറ്റെയിൽ വരുന്നത് ഇത് 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 26,000 കിലോമീറ്റർ ഓടി ടർബോ കൈകർ. ടർബോ ആകുമ്പോൾ കുറച്ച് മൈലേജ് എത്ര കിട്ടും? മൈലേജ് എന്തായാലും ടർബോ ആയതുകൊണ്ട് മൈലേജ് ഉണ്ട്. മൈലേജിന് വേറെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. ഇല്ല അല്ലേ? ഇത് ടർബോ CVT വരുമ്പോഴാണ് ചെറിയ മൈലേജിന്റെ ഇഷ്യൂ വരുന്നത്. ഓക്കെ. ഇത് empty ആണോ? ഇത് മാനുവൽ ടർബോ വരുന്നത്. ഓക്കെ. ഇത് ടയർ കാരണം എത്ര ശതമാനം? ഇപ്പൊ ഏകദേശം ഒരു 24 ഓടി ടയർ, 24,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഇന്റീരിയർ ആണ്. ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോള്, AC, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന ഒരു ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വാഹനം അല്ലേ? ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം. എത്ര കൊടുക്കാം? കൊടുക്കാം നമുക്ക് നോക്കിയിട്ട് ടർബോ വരുന്നത് 6,85,000 കൊടുക്കാം. 6,85,000 രൂപ കൊടുക്കാം. പുതിയ 10 സംതിങ് വരുന്ന വണ്ടി എത്രയേ വില കുറച്ച് കൊടുക്കണ. അതും വാറണ്ടി കിട്ടും. 2 വർഷം വാറണ്ടി. ധൈര്യത്തോടു കൂടെ കൊണ്ടുകൊണ്ട് പോവാം.
അടുത്തായിട്ട് നമുക്ക് ടിയാഗോ പരിചയപ്പെടാം. നല്ല വൈറ്റ് കളർ വണ്ടിയില്ലേ, ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2022 മോഡൽ 22,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് AMT. വെറും 22,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക്. ലേഡീസിനൊക്കെ സുഖമായിട്ട് ധൈര്യത്തിൽ കൊണ്ടുനടക്കാം. കാരണം 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന വണ്ടിയാണ്. ഇടിച്ചാലും മുട്ടിയാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ടാറ്റ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ഗ്യാരണ്ടി കൊണ്ട് കൊടുക്കാം. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒരു അതിൽ ആവറേജ് 16 കാണിക്കുന്നത്, എന്തായാലും 18-17 കിട്ടും. ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഹൈ ക്വാളിറ്റി തന്നെ, പുതിയ വണ്ടി പോലെ തന്നെ ഉണ്ട്. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആട്ടോ. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എത്രയാണ് ഈ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ മുതലിന്? 6-10 കൊടുക്കാം. ഫുള്ള് ലോൺ കിട്ടും? ഫുൾ ലോൺ. ഒരു രൂപ വേണ്ട. ഒരു രൂപ പോലും മുടക്കാതെ ബാക്കി ഞങ്ങൾ EMI ആയിട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? 2 വർഷം വാറണ്ടി കിട്ടൂലേ? അതെ, 2 വർഷം ഫുൾ വാറണ്ടി. നമുക്ക് അടുത്തായിട്ട് ആൾട്രോസ് പരിചയപ്പെടാം. നല്ല റെഡ് കളർ മുതൽ 2022 മോഡൽ ആൾട്രോസ്. 22. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. കിലോമീറ്റർ 42,000 അല്ലേ? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. എത്ര ശതമാനം ആവറേജ് ടയർ അല്ലേ? അതെ, 40 കോടി ടയർ ഉണ്ട്. ഇപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒന്നും പറയണ്ട. ടാറ്റന്റെ ഏത് ബേസ് വാഹനമാണെങ്കിലും നല്ല ക്വാളിറ്റി ഇന്റീരിയർ, അതുപോലെ തന്നെ കുറച്ച് ലക്ഷറി ഇന്റീരിയർ ആയിരിക്കും. ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കൂടിയാണ്. അപ്പൊ എത്രയും മുതൽ ആസ്കിയാണ് നമ്മള്? ഇത് നമുക്ക് എന്തായാലും 2022 വണ്ടിയല്ലേ, ഒരു 650 കൊടുക്കാം. 6.5 ലക്ഷം രൂപ കൊടുക്കാം. എത്ര നമുക്ക് ലോൺ ചെയ്യാം? ലോൺ നമുക്ക് ഇത് മാക്സിമം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാ. മാക്സിമം ലോൺ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് നമുക്ക് ഫുൾ ലോൺ തന്നെ ഫുൾ ലോൺ ചെയ്തു. നല്ല പ്രൊഫൈൽ. അടുത്തായിട്ട് നമുക്ക് വാഗണർ പരിചയപ്പെടാം. ന്യൂ ഷേപ്പ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2021-22 രജിസ്ട്രേഷൻ. 21 മോഡൽ 22 രജിസ്ട്രേഷൻ. ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നത്. 1.2 ZXi. VXi. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടി പറയാം. ഓക്കെ, ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഒരു 40-50 എബോ ഉണ്ട്. കറക്റ്റ് എത്ര കിലോമീറ്റർ? കറക്റ്റ് 60,000 ഓടിയാ. ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കമ്പനി സെറ്റ് വരുന്നുണ്ട്. AC കാര്യങ്ങൾ, 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾ, ബ്ലൂടൂത്ത് സിസ്റ്റം വരുന്നുണ്ട്, ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാതെ? നമുക്ക് 5.60 കൊടുക്കാം. 5,60,000 രൂപക്ക് വാഗണർ 1.2 മൈലേജ് കിട്ടും, അത്യാവശ്യം പവറും കിട്ടും, മാക്സിമം ലോണും കിട്ടും. എത്ര കിട്ടും? 50,000 രൂപ നമുക്ക് വാഗണർ സ്വന്തമാക്കാം. ഇത് ചെറിയ പ്രൈസിന് 4 ആളെ മുന്നിൽ കൂടെ ധൈര്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് വണ്ടിയിലെ ഡീറ്റെയിൽ 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഓക്കെ, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി, അത് മാത്രമല്ല നല്ല അടിപൊളി കളർ, ഒരു വെറൈറ്റി കളർ അല്ലേ? ക്ലൈംബർ. ഈ ടയറും കാര്യങ്ങളൊക്കെ ഒരു 60% ഉണ്ട്. 60% ടയർ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും മോശമില്ലാത്തൊരു ഇന്റീരിയർ, കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി. എത്ര കോട്ടിക്കാം? ഇത് നമുക്ക് 3.75 പൊട്ടി. 3,75,000 രൂപക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന കിഡ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സൈഡിന് വൈറ്റ് വേണേ നമുക്ക് കൊടുക്കാം. ഓക്കെ, എത്ര മോഡൽ? 2020 മോഡൽ ഉണ്ട്. 20 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? 20 ആ ലെവലിൽ പ്രതീക്ഷിക്കാം. ടയർ എത്ര ഉണ്ട്? ടയർ ഒരു 50% ഉണ്ട്. 50% ഉണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, AC, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ? ഓക്കെ, എത്രക്കാണ് മുറിക്കാം നമുക്ക്? ഇത് നമുക്ക് 4.50 കൊടുക്കാം. 4,50,000 രൂപക്ക് മുറിക്കാം. നെഗോഷിയേഷൻ ഉണ്ട്, നെഗോഷ്യബിൾ ആണ്. റേറ്റ് പൊട്ടിച്ചും കൊടുക്കും. മാക്സിമം ലോൺ കിട്ടുമോ? ഈ 2 വണ്ടിക്ക് ലോൺ കിട്ടൂലേ? ഫുൾ ലോൺ കൊടുക്കാം നമുക്ക്. 2020 മോഡൽ സെലേറിയോന്റെ കേസ് വരികയാണെങ്കിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറഞ്ഞ ഒരു ബഡ്ജറ്റ് വാഹനം. അത് ഓപ്ഷൻ ഏതായിരുന്നു? ZXi ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. കറക്റ്റ് എത്ര കിലോമീറ്റർ? 65,000. ആ ജെനുവിൻ ഹിസ്റ്ററി ആണോ? എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് ഈ വാഹനത്തിന് വാറണ്ടി അവൈലബിൾ ആണോ? വാറണ്ടി 2 വർഷം ഫുൾ വാറണ്ടി കൊടുക്കാം. 2 വർഷം വാറണ്ടി കൊടുക്കാം. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വണ്ടിന്റെ ഇന്റീരിയർ അല്ലേ? അടിപൊളി കമ്പനി സെറ്റ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം ഒരു ആവറേജ് ടയർ എത്ര? 80% ഉണ്ട്. 80% ടയർ വരുന്ന ZXi ഫുൾ ഓപ്ഷൻ. ഒരു 18 ആ ലെവലിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. എത്ര കൊടുക്കാം? നമുക്ക് 5.25 കൊടുക്കാം. 5,25,000 രൂപ. ഏകദേശം എത്ര നമുക്ക് ലോൺ ചെയ്യാം? ഫുൾ ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 95% അല്ലേ? ഒരു 50,000 രൂപ ഇറക്കി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തടുത്ത ചെറുവണ്ടികളുടെ രാജാവ്. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ?
ഇത് 2017 മോഡൽ സെക്കൻഡ് ഓണർ 60,000 കിലോമീറ്റർ ഓടിയത്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി പറയാം. 60,000 കിലോമീറ്റർ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഏകദേശം എത്ര മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം? ഒരു 18 റേഞ്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 18 ഓക്കെ. 800 cc വരുന്ന എഞ്ചിനാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ കമ്പനി സെറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പവർ വിൻഡോസ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ? സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? 250 കൊടുക്കാം. 2.5 ലക്ഷം റുപ്യക്ക് ഈ ഓണ് 2017 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ വണ്ടി, അതും നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ₹1 പോലും മുടക്കാൻ കൊണ്ടുപോകാൻ വാറണ്ടി കിട്ടും. വാറണ്ടി നമുക്ക് കൊടുക്കാം, 1 വർഷം വാറണ്ടി കൊടുക്കാം. 1 കൊല്ലം എഞ്ചിന് ഗിയർ ബോക്സും നമുക്ക് വാറണ്ടി തരും അല്ലേ? നെക്സ്റ്റ് സൈഡ് നമുക്ക് ഒരു ഡീസൽ 20 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്ന അത് നല്ല അടിപൊളി കളറിൽ വരുന്ന വണ്ടി. ഒരു ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ ലക്ഷറി യാത്ര. മെയിൻ്റെനൻസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സർവീസ് ചെയ്ത് നല്ല കൊണ്ടെടുക്കുന്ന വണ്ടിയാണെങ്കിൽ വലിയ മെയിൻ്റെനൻസ് വരില്ല. ഒന്നുമില്ലല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നമ്മള് ബീച്ചിലൊക്കെ പോയിട്ട് ഫാമിലിനെ കൂട്ടി പോയിട്ട് ഇങ്ങനെ ഇരിക്കാം, നല്ല സമാധാനത്തില് അടിച്ചു പൊളിച്ച് ഇരിക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഒരു ചായ കുടിച്ച് കോഫി കുടിച്ച് ഇങ്ങനെ ഇരിക്കാം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വണ്ടിന്റെ? വണ്ടി നമുക്ക് ഇത് 350 കൊടുക്കാം. 2014 മോഡൽ 3.5 ലക്ഷം രൂപക്ക് ലോൺ കിട്ടുമോ? ഓ, എത്ര കിട്ടും? ലോൺ നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം, നല്ല പ്രൊഫൈൽ ആണെങ്കിൽ. ഇന്റീരിയർ ആണ് ഇതിന്റെ പെർഫെക്റ്റ് ഇന്റീരിയർ അല്ലേ? എന്താ ബോഡി ക്വാളിറ്റി, ആ ഫോർഡിന്റെ ആ ഒരു തനിമ, ഇത്രയും കമ്പനി നിർത്തിയിട്ടും ഇപ്പോഴും ആൾക്കാർ തെരഞ്ഞെടുക്കുന്ന ഒരു മുതലല്ലേ? ഇത്ര ഡിമാൻഡ് ഉള്ള ഒരു വണ്ടി വേറെ അല്ല. ഓക്കെ. 3.5 നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. വാറണ്ടി കിട്ടാൻ ചാൻസ് അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഒരു ചെറിയ ഫാമിലിക്ക്, ചെറിയ കുട്ടികൾക്ക് വരെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു മുതല്, 18 വയസ്സ് കഴിഞ്ഞ ചെറിയ കുട്ടികൾക്ക്. 16 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. 16 സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഓടിക്കുന്ന 58,000 കിലോമീറ്റർ ഓടി. എന്തെങ്കിലും മേജർ മൈനർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പുത്തൻ ടയർ അല്ലേ? 4 പുത്തൻ ടയർ വരുന്ന VXI ആണോ? അതെ, VXI. ഇത് LXI ആണ് അല്ലേ? 4 കിഡിലും ടയർ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ചെറിയൊരു പൈനിയറിന്റെ സെറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ AC കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. അപ്പൊ എത്ര കൊടുക്കാം ഒരു ചെറിയ വണ്ടി? ചെറിയ പ്രൈസ് കൂടിയാണോ? 2.55 കൊടുക്കാം. 2.55 കൊടുക്കാം. 15 മോഡൽ. 16 മോഡൽ. ഓക്കെ. ഒരു ആൾട്ടോ സ്വന്തമാക്കണവർക്ക് ആൾട്ടോ സ്വന്തമാക്കാം. ചെറിയ ഫാമിലിക്കൊക്കെ നല്ല നീറ്റ് ആയിട്ട് പോവാം, വെയിലും മഴയും കൊള്ളാണ്ട്. ഇതിന്റെ ഏട്ടൻ കേട്ടൻ 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്നുണ്ട്. സിംഗിൾ ഓണർ. കിലോമീറ്റർ 42,000 കിലോമീറ്റർ. എങ്ങനെയുണ്ട് വണ്ടി കണ്ടീഷൻ? വണ്ടി നല്ല ക്വാളിറ്റിയാ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. VXI വരുന്നത്. VXI ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആണ്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, പവർ വിൻഡോസ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. എത്രയാണ് ചോദിക്കണേ? ഇത് നമുക്ക് 3 കൊടുക്കാം. 3 കൊടുക്കാം. ഒരു 2.95 കൊടുത്താലോ? ഓ, കൊടുത്തൂടെ? ഫുള്ള് ലോണിൽ ₹1 പോലും മുടക്കാതെ ചെറിയ വണ്ടി, ചെറിയ മുതൽ മുടക്കില് അല്ലേ? ഓക്കെ. അപ്പോ അടുത്തായിട്ട് നമുക്ക് ആൾട്ടോ വീണ്ടും മോഡൽ 2019 VXI 2 എയർ ബാഗ് വരുന്ന വണ്ടി. എയർ ബാഗ്, കമ്പനി സിസ്റ്റം, പവർ വിൻഡോ വരുന്ന വണ്ടി. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് ഉണ്ടോ? ടോട്ടൽ ലോസ് ഉണ്ടോ? ഒന്നുമില്ല. ഫ്ലഡ് ഉണ്ടോ? 4 ടയർ ഉണ്ടോ? 4 ടയർ ഉണ്ട് അല്ലേ? ഓക്കെ. അത്യാവശ്യം കട്ടുള്ള 4 ടയർ ഉണ്ട്, വണ്ടി ഓടും ചെയ്യും. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിയാണ്. 2 എയർ ബാഗ് വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഈ ഒരു ചെറിയ വണ്ടിയിൽ ഇത്രയും പോരെ? ഒരു ഫാമിലിക്ക് പോകാൻ സേഫ്റ്റി ഉള്ള വണ്ടി. അതെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3.25 കൊടുക്കാം. 3,25,000 രൂപക്ക് ആൾട്ടോ. ഒരു ആൾട്ടോ സ്വന്തമാക്കണ വിലക്ക് നമുക്ക് ആൾട്ടോ സ്വന്തമാക്കാം. മാക്സിമം ലോണും കിട്ടൂലേ? ഓക്കെ. ഓക്കെ. രണ്ടും ഒരേ സെഗ്മെന്റിൽ പെടുന്ന 2 വിവിധ വ്യത്യസ്ത വാഹനങ്ങൾ. ആദ്യം ടിയാഗോ പറയാം. ടിയാഗോയുടെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ടിയാഗോ വരുന്നത് 2021 മോഡൽ 21,000 കിലോമീറ്റർ ഓടിയത്. ഓക്കെ. നല്ല അടിപൊളി കളർ, അട്രാക്റ്റീവ് കളർ അല്ലേ? റീപ്ലേസ്മെന്റോ ബ്ലാക്ക് പോലെ തോന്നും, പിന്നെ എടുത്തേക്ക് വരുമ്പോ ഒരു ബ്ലൂ പോലെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 21,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പുതിയ വണ്ടി അല്ലേ? ആ സ്റ്റിക്കർ പോലും അനക്കിയിട്ടില്ല. എത്രക്ക് പൊട്ടിക്കാം? ഇത് നമുക്ക് 5.35 കൊടുക്കാം. 5,35,000 രൂപക്ക്. എത്ര ലോൺ കിട്ടും മുതലിന്? ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ₹1 പോലും മുടക്കാതെ, ₹1 പോലും അടക്കാതെ നിങ്ങൾക്ക് ടിയാഗോ സ്വന്തമാക്കാം. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 2021 മോഡൽ വണ്ടി അല്ലേ? ഓക്കെ. നമുക്കൊരു ചെറിയ ഫാമിലിക്കൊക്കെ സേഫ്റ്റി ആയിട്ട് പോകാം, നല്ല ധൈര്യത്തോടു കൂടെ കൊണ്ടുപോകാം. ഇതിന്റെ എക്സ്പ്രസ് കൊടുക്കാം. അതെ, തീർച്ചയായിട്ടും. ഇനി കുറച്ച് ധൈര്യത്തോടു കൂടെ ഹൈറ്റിൽ ഇരുന്ന് പോവാം. അതും ഗ്രേ കളർ വണ്ടി, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി. തീർച്ചയായിട്ടും ഒരു ഒതുങ്ങിയ വണ്ടി, ലേഡീസിനൊക്കെ സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ അത്യാവശ്യം മൈലേജ് മെയിൻ്റെനൻസ് കുറഞ്ഞ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ. 1000 cc വരുന്ന എഞ്ചിനാണ്.
ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ. 20 രജിസ്ട്രേഷൻ. എത്ര കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 58,000 കിലോമീറ്റർ ഓടിയ. ജെനുവിനാണോ? ജെന്യൂൻ കിലോമീറ്റർ. എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള ഒന്നുമില്ല, ഒരു ഇഷ്യൂസും ഇല്ലാത്ത വണ്ടിയാ. നല്ല ക്ലീൻ പീസ് വണ്ടിയാ. ഓക്കെ. ഇന്റീരിയർ ഭാഗം വരുമ്പോൾ കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ് വരും, സിംഗിൾ ബാഗ് വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ വരും. ഒരു വ്യത്യസ്തമായ ഇന്റീരിയർ അല്ലേ? ഓക്കെ. വ്യത്യസ്തമായിട്ടുള്ള വാഹനമാണ്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 4,10 കൊടുക്കാം. 4,10,000 രൂപക്ക്. 2 വർഷം ഫുള്ള് വാറണ്ടി. 2 വർഷം വാറണ്ടി കൊടുക്കാം, ഫുള്ള് ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. ഓക്കെ. ഈ ഒരു കുഞ്ഞു വണ്ടികളെ, ഈ ഒരു കുഞ്ഞു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണല്ലേ? ഫലീലോ നമ്മളെ കുട്ടികളൊക്കെ, നമ്മളെ പ്രേക്ഷകരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. ആരെയും പ്രൈസിന്റെ കാര്യത്തിൽ ഇവിടുന്ന് തെറ്റി പോകേണ്ട അവസ്ഥ ഉണ്ടായത്. പിന്നെ അത് മാത്രമല്ല 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആ ധൈര്യത്തോടു കൂടെ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യാൻ വന്നത് കേട്ടോ. ആര് വന്നാലും 2 വർഷത്തിൽ എഞ്ചിൻ ആയിക്കോട്ടെ, ഗിയർ ബോക്സ് ആയിക്കോട്ടെ, സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ആര് കൊടുക്കാൻ മടിക്കുന്ന ഒരു സംഭവമാണ് വാറണ്ടി. അത് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞോളി. ഇത് വരുന്നത് കണ്ണൂർ തോട്ടട SM കോളേജിന്റെ അടുത്താണ്. ഓക്കെ. കണ്ണൂർ ജില്ലയിൽ തോട്ടട SM കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ചിട്ട് ഇങ്ങനെ പോന്നോളി. അപ്പൊ നമ്മൾ തൽക്കാലം ഇന്നത്തെ ഈ ചെറിയ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ മറ്റൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.